പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവ് എഴുതിയ കാളിദാസൻ എന്ന നോവൽ ചരിത്ര പശ്ചാത്തലം കൊണ്ടും രചനാ പാടവം കൊണ്ടും മിഴിവുറ്റ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും കൊണ്ടും അതീവ ഹൃദ്യമായ നോവലാണ്. കവികുല ഗുരു മഹാകവി കാളിദാസന്റെ ജീവചരിത്രത്തെ ആധാരമാക്കി പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവ് എഴുതിയ കാളിദാസൻ എന്ന നോവൽ അണിയിച്ചൊരുക്കിയത് സർഗവേദി ബുക്സാണ്. നോവലിസ്റ്റായ നെടുങ്കുന്നം രഘുദേവ് നെടുങ്കുന്നം ഗവൺമെൻറ് സ്കൂൾ, സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂൾ, ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. നെടുങ്കണ്ടം മണ്ണാർക്കാട് പൊന്നാനി MES കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായിരുന്നു. ദേവജ മാസികയുടെ മുഖ്യ പത്രാധിപർ, സർഗവേദി ബുക്സ് ജനറൽ എഡിറ്റർ, ചിന്തന കലാ സാംസ്കാരിക വേദി സംസ്ഥാന രക്ഷാധികാരി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. നോവൽ, നാടകം, ചെറുകഥകൾ, ബാലസാഹിത്യം എന്നിവയിൽ 15ഓളം പുസ്തകങ്ങളുടെ കർത്താവ്. മികച്ച പത്രപ്രവർത്തകനുള്ള മത്തായി മാഞ്ഞൂരാൻ ഫൗണ്ടേഷൻ അവാർഡ്, ഡോക്ടർ അംബേദ്കർ അവാർഡ്, വാഗ്ഭടാനന്ദ പുരസ്കാരം, ഭാരത് സേവക് സമാജ് അവാർഡ് എന്നിവ അദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങളാണ്. സാഹിത്യ പ്രവർത്തകരുടെ കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യം, എഴുത്തുവഴികളിൽ നിരവധി പേരെ കൈപിടിച്ചുയർത്തിയ വഴികാട്ടി, മികച്ച സംഘാടകൻ, കലാ സാംസ്കാരിക പ്രവർത്തകൻ, നിരവധി വിശേഷണങ്ങളും വൈദഗ്ധ്യവുമുള്ള സാഹിത്യകാരൻ പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവ്. ഋഷീശ്വര കവികളായ വാൽമീകിക്കും വ്യാസനും ശേഷം ആർഷഭാരതം ജന്മം നൽകിയ മഹാകവിയാണ് കാളിദാസൻ. അപരിമേയമായ പ്രതിഭാവിലാസത്തിലൂടെ വിടർന്ന 7 ലോകോത്തര കൃതികൾ അദ്ദേഹത്തിൻ്റെതാണ്. ഇതിവൃത്ത മഹിമ, രസവിചാരം, ഇതിവൃത്ത ഗൗരവം, സുതരതമമായ രചനകൾ എന്നിവയാണ് കാളിദാസ കൃതികളുടെ പ്രത്യേകത. വശ്യത, വിജ്ഞേയത, ആകർഷണീയത, ചമൽക്കാര, അതിശയം, ചിത്രണം, ഇങ്ങനെ മഹാകവിയുടെ കൃതികൾക്ക് വിശേഷണങ്ങൾ വേറെയും. എന്നാൽ മഹാകവിയുടെ ജീവിതത്തെപ്പറ്റി കേട്ടറിഞ്ഞ കഥകൾ ഒരു അബദ്ധ സഞ്ചാരിയുടേതാണ്. ഇവിടെയാണ് പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവ് എഴുതിയ കാളിദാസൻ എന്ന നോവലിൻ്റെ പ്രസക്തി. മഹാകവിയോടൊപ്പം സഹവസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്തിരുന്ന സാധാരണക്കാരൻ ചരിത്രത്തിൽ മുഖമില്ലാതിരുന്ന സാധാരണക്കാർക്ക് മുഖം നൽകി മിനുക്കിയെടുത്ത് ശക്തമായ ചില കഥാപാത്രങ്ങളും ഈ നോവലിൽ രഘുദേവ് അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യാവസാനം പ്രസിപ്പിക്കുന്ന സംഭവ പരമ്പരകളും സന്ദർഭങ്ങളും ശ്രേഷ്ഠമായ പദവിന്യാസങ്ങളിലൂടെയും രചനാ വൈഭവത്തിലൂടെയും വിവരണങ്ങളിലൂടെയും കാളിദാസ കൃതികളോടും കാളിദാസൻ എന്ന മഹാകവിയുടെ വ്യക്തിത്വത്തിനോടും നീതി പുലർത്തുന്ന സുന്ദരമായ ഒരു നോവലായി ഞാൻ ഈ കൃതിയെ കണക്കാക്കുന്നു. നോവലിനും നോവലിസ്റ്റിനും വിജയാശംസ. നമസ്കാരം. മഹാകവി കാളിദാസൻ ഒരുപക്ഷേ ഭാഷ പഠിക്കുന്ന ആളുകളെയും കാവ്യങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന കവികൾ പിന്നീടൊരു വിഷയം നമ്മുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമാണ്. കാളിദാസൻ്റെ ജീവിതവും കാളിദാസൻ്റെ സാഹിത്യവുമെല്ലാം ഒരുപക്ഷെ ഇന്നും വിസ്മയിക്കപ്പെടുന്ന ഒരു വലിയ അനുഭവമാണ് നമുക്കൊക്കെ തന്നെ. ചെറിയ ക്ലാസ്സുകളിൽ കേട്ടുപഠിച്ച കാളിദാസൻ്റെ കഥകളും കാളിദാസനോടൊപ്പം ചേർന്ന ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു ധാരണയുള്ള ഒരു എഴുത്തുകാരനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുകൂടിയായ ശ്രീ നെടുങ്കുന്നം രഘുദേവ്. ദീർഘകാല അധ്യാപകനായി പഠിപ്പിക്കുകയും അതിനുശേഷം സ്വന്തമായ ദേവജ എന്ന പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത അദ്ദേഹം തൻ്റെ തിരക്കുകൾക്കിടയിൽ ഏറ്റവും മനോഹരമായി കാളിദാസൻ്റെ ജീവിതത്തെ അക്ഷരങ്ങളിലേക്ക് പകർത്തി എന്ന് പറയാതിരിക്കാൻ കഴിയും. കാരണം കാളിദാസ കഥകളിലെ പറയുന്ന പല കാര്യങ്ങളിലും ഒരു ലിങ്ക്, ഒരു ബന്ധം പലയിടത്തും നമുക്ക് കൃത്യമായി കാണാൻ കഴിയാതെ. പക്ഷേ കാളിദാസനെ ഒരു സാധാരണ മനുഷ്യനായി അവതരിപ്പിച്ചുകൊണ്ട് സർഗാത്മകമായ കഴിവുള്ള ഒരു വ്യക്തിയായി സാധാരണ മനുഷ്യനായി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പരിശ്രമം
100% വിജയിക്കുമെന്ന് തന്നെ പറയാൻ. ഒരുപക്ഷെ ഹിമാലയം പോലെ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മഹാത്ഭുതമായ ഹിമാലയത്തോട് ഉയർന്നു നിൽക്കുന്ന കവിശ്രേഷ്ഠനാണ് കാളിദാസൻ. കാളിദാസനെ അപ്പുറത്തേക്ക് മറ്റൊരു കവിയെക്കുറിച്ച് നമുക്കിപ്പോഴും ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം അസാധാരണമായൊരു പ്രതിഭയെ, ആ പ്രതിഭയുടെ കടന്നുവരവിനെയും അദ്ദേഹത്തിൻ്റെ കാവ്യ സംസ്കാരത്തെയും സാഹിത്യ സംസ്കൃതിയെയും കഥയോടൊപ്പം ജീവിതത്തോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് അതിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞ അസാധാരണമായ വൈഭവമാണ് ഈ കഥയുടെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എന്തായാലും മലയാള ഭാഷയ്ക്ക് ലഭിച്ച വളരെ സന്തോഷകരമായ നല്ലൊരു അനുഭവമാണ് കാളിദാസൻ എന്ന ഈ കൃതി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് അദ്ദേഹത്തെ വളരെ കൃത്യമായി വളരെ സന്തോഷപൂർവ്വം ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കേട്ടുപഴകിയ ഇതിഹാസങ്ങൾക്കപ്പുറം വായനക്കാരിൽ ജിജ്ഞാസ ഉണർത്തുന്ന ഈ നോവൽ സഹൃദ സമൂഹം വരവേൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പദാവലി കൊണ്ടും ജയഭംഗി കൊണ്ടും ഈ നോവൽ മലയാള ഭാഷയുടെ തിലകക്കുറിയാണ്. കാളിദാസൻ എന്ന മഹത്തായ ഈ നോവൽ രചിച്ച പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവ് സാറിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഞാൻ മേമുറി ശ്രീനിവാസൻ. ഈ നോവലിൻ്റെ രചനയുടെ ആദ്യ കാലം മുതൽ അവസാനം വരെ സാറിനോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഒന്നുകൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സാറിൻ്റെ രചനാ രീതി തന്നെ വളരെ ആകർഷണീയമാണ്. ഓരോ അധ്യായവും നമ്മൾ ഓരോ നാടകരംഗമായി നമുക്ക് ദൃശ്യമാകുന്നു. ഈ നോവലിനും രചയിതാവായ നെടുങ്കുന്നം രഘുദേവ് സാറിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കവികളുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാകവി കാളിദാസന്റെ ജീവിത ഗാഥയെ ആസ്പദമാക്കി പ്രഗത്ഭ സാഹിത്യകാരൻ ശ്രീ നെടുങ്കുന്നം രഘുദേവ് രചിച്ച കാളിദാസൻ എന്ന നോവൽ മികച്ച വായനാനുഭവം പകർന്നു നൽകുന്നു എന്നത് ഒരു വസ്തുതയാണ്. ചരിത്ര സംഭവങ്ങളെ ആധാരമാക്കിയുള്ള ഇതര നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായി ലളിതവും എന്നാൽ യഥാതഥവുമായതും നവഭാവുകത്വം തുളുമ്പി നിൽക്കുന്നതുമായ ഒരു രചനാരീതിയാണ് പ്രൊഫസർ രഘുദേവിൻ്റെ ഏറ്റവും പുതിയ ഈ നോവലിലുടനീളം ദൃശ്യമാകുന്നത്. കാളിദാസൻ എന്ന ഈ ഈടുറ്റ രചന കാലത്തെ അതിജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാളത്തിന് ഈ ഉത്കൃഷ്ട കൃതി പ്രദാനം ചെയ്ത ശ്രീ നെടുങ്കുന്നം രഘുദേവിനെ അഭിനന്ദിക്കുന്നു, അഭിവന്ദിക്കുന്നു. കോളേജ് അധ്യാപകൻ, സാഹിത്യകാരൻ, പത്രാധിപർ എന്നീ നിലകളിൽ പ്രശസ്തനായ പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവിൻ്റെ കാളിദാസൻ എന്ന നോവൽ വായിക്കുവാൻ ഭാഗ്യമുണ്ടായി. ഭാവനയും ചരിത്രബോധവുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് രചനാതന്ത്രത്തിൻ്റെ സമസ്ത ഭാവങ്ങളും ഉൾക്കൊണ്ട് ഏറ്റവും ആകർഷകമായി ഈ നോവൽ പൂർത്തിയാക്കാൻ ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട്. വായനക്കാരെ ആകർഷിക്കുവാൻ വേണ്ടുന്നതെല്ലാം ഈ നോവലിൽ വായിച്ചെടുക്കാം. അനശ്വരനായ ഒരു ഭാരതീയ മഹാകവിയുടെ ജീവിതത്തെ ആകർഷകമായി നോവലാക്കി രൂപപ്പെടുത്തിയ ഗ്രന്ഥകാരനെ ശ്ലാഘിക്കുന്നതിനൊപ്പം നമ്മുടെ മലയാള ഭാഷയെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് സർവ്വ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം, ഞാൻ പ്രതീഷ് നന്ദൻ. മുഖവരിയായി തന്നെ പറയട്ടെ, ഞാനത്ര പരന്ന ഒരു വായനക്കാരനല്ല. ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് നോവലുകൾ ഒന്നും വായിച്ച് ശീലമില്ലാത്തവരാണ്. എന്നാൽ അത്യാവശ്യ വായന ഉണ്ട് ഞാൻ. എൻ്റെ ഭാര്യാപിതാവ് കൂടിയായ ശ്രീ നെടുങ്കുന്നം രഘുദേവിൻ്റെ കാളിദാസൻ എന്ന നോവല് ഞാൻ വായിച്ചു. അത് വായിക്കാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ പുരാണങ്ങളോടും നമ്മുടെ ഇതിഹാസങ്ങളോടും നമ്മുടെ കഥകളോടും നമ്മുടെ ചരിത്രത്തിനോടുമൊക്കെ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളാണ് ഞാൻ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് മുതലേ ഉള്ള ഒരു സംശയമാണ് കാളിദാസൻ എന്ന് പറയുന്ന മഹാകവിയുടെ അല്ലെങ്കിൽ നാടകകൃത്തിൻ്റെ കാവ്യങ്ങളൊക്കെ വളരെ ഹിറ്റാണ്. നമ്മളെന്നും ഒരു ദിവസം ഒരിക്കലെങ്കിലും ശാകുന്തളത്തിനെ കുറിച്ചോ
വിക്രമോപദേശത്തിനെ കുറിച്ചൊക്കെ പറയാറോ ചിന്തിക്കാറോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു സൃഷ്ടാവിൻ്റെ ചരിത്രം എന്തുകൊണ്ടാണ് കൃത്യമായി രേഖപ്പെടുത്താതെ പോയത് എന്ന് വളരെ സങ്കടത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം വാക്കുകളിൽ മാത്രം അറിയുന്ന കാളിദാസനെ അദ്ദേഹത്തിൻ്റെ കഥ എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നിരിക്കും എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ പണ്ട് മുതലേ ഉള്ളതാണ്. അതിനൊരു ഒരു സൊല്യൂഷനായി എനിക്ക് തോന്നി ഇദ്ദേഹം ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് തയ്യാറായപ്പോൾ. വായന ഇഷ്ടപ്പെടുന്നവർക്ക്, സാഹിത്യം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാവും. നമ്മുടെ ലൈബ്രറിയിലെ ഏറ്റവും വിലയേറിയ പുസ്തകങ്ങളിൽ ഒന്നായി തന്നെ കാളിദാസൻ എന്ന ആ നോവൽ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നു. തീർച്ചയായിട്ടും വായിച്ചവരൊക്കെ അങ്ങനെയുള്ള അതേ രീതിയിൽ തന്നെയുള്ള അഭിപ്രായമുള്ളവരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ അറ്റംപ്റ്റിന് അദ്ദേഹം എടുത്ത ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത സമയത്തിനെയൊക്കെ വെച്ച് മാനിച്ചുകൊണ്ട് ഒരു വലിയ സല്യൂട്ട് അദ്ദേഹത്തിന് നൽകുകയാണ്. നെടുങ്കുന്നം ജയദേവ് സാറിൻ്റെ കാളിദാസൻ എന്ന നോവൽ വായിച്ചു. വളരെ മനോഹരമായ നോവൽ. കാളിദാസൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വായിച്ചറിഞ്ഞപ്പോൾ നല്ല വിഷമം തോന്നി. എല്ലാവരും ഈ നോവൽ വായിക്കണം. വളരെ നല്ല നോവലാണ്. ഭാരതപർവ്വത്തിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത നാമങ്ങളിൽ പ്രഥമ ഗണനീയമായവയിൽ ഒന്നാണ് കാളിദാസൻ്റേത്. എണ്ണമറ്റ നാടകങ്ങളിലൂടെ എണ്ണമറ്റ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് തൻ്റെതായ ഒരു ഭൂമിക സൃഷ്ടിച്ച കാളിദാസൻ. പക്ഷെ കാളിദാസന്റെ ജീവിതം, വ്യക്തി ജീവിതം എന്നത് പ്രായേണ അജ്ഞാതമായ ഒന്നാണ്. ചില കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും ജനനം തൊട്ട് ജീവിതാന്ത്യം വരെയുള്ള കാളിദാസന്റെ കഥ പലർക്കും അജ്ഞാതമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ മനോവ്യാപാരങ്ങളെ വളരെ ആഴത്തിൽ രചയിതാവ് പ്രൊഫസർ എൻ രഘുദേവ് ഈ നോവലിൽ വരച്ചിടുന്നുണ്ട്. അത് വായിച്ചു കഴിയുമ്പോഴത്തേന് ഒരു കേവല കൃതിയെ സമീപിക്കുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ചിത്രം തയ്യാറാക്കാനാവില്ല എന്ന് തിരിച്ചറിവ് കുറച്ച് തുടക്കത്തിൽ തന്നെ ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിലെ വേഷവിധാനങ്ങളെ കുറിച്ച്, ജീവിത രീതികളെ കുറിച്ചും ഒക്കെ നമ്മളും നമ്മളുടേതായ രീതിയിൽ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആർജിച്ച അറിവുകൾ വെച്ചിട്ടുള്ള ബോധ്യങ്ങൾ അതിലേക്ക് എത്തിച്ചേർന്നു. ഒടുക്കമാണ് ഒരു നിലവിലുള്ള ഒരു ചിത്രങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഒരു ശില്പമാതൃകളൊന്നുമില്ല. അതെ, ആ കാലഘട്ടത്തിലെ വിക്രമാദിത്യ കാലഘട്ടത്തിലെ രീതിയിലുള്ള ഒരു പുരുഷ ചിത്രം അത് കളിമണ്ണിൽ തയ്യാറാക്കുകയും അത് ആണ് നമ്മൾ ഇതിന്റെ റാപ്പറിൽ ഉപയോഗിച്ചിരുന്നത്. വളരെ ആഴത്തിലുള്ള ഒരു പഠനത്തിന് തുല്യമായ ഒരു നോവലാണ്. അത്രത്തോളം ഡീറ്റെയിൽസ് ഉണ്ട്. അതിനൊപ്പം അതിൻ്റെ ആ നോവലിന് വേണ്ട സകല ലക്ഷണങ്ങളും അല്ലെങ്കിൽ സൗകാര്യതകളും തികഞ്ഞ ഒരു സൃഷ്ടിയാണ്. അതിൽ ഇത്തരത്തിൽ സഹകരിക്കാൻ ആയതിൽ വളരെ സന്തോഷമുണ്ട്. ഏറെ വർഷത്തെ നിരന്തരമായ പഠനത്തിനും ഗവേഷണത്തിനും ശേഷമാണ് ഞാൻ കാളിദാസൻ എന്ന നോവൽ പൂർത്തിയാക്കിയത്. ഇത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ വിജയ പരാജയങ്ങളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യസന്ധമായ അഭിപ്രായം പറയും എന്ന് വിശ്വാസമുള്ള ഏതാനും പേർക്ക് ഞാൻ ഈ നോവൽ ആദ്യ വായനയ്ക്കായിട്ട് നൽകി. അവർ ഈ നോവൽ വായിക്കുകയും അതിനകത്ത് രചനയെക്കുറിച്ചുള്ള കൃത്യമായ ഒപ്പം സത്യസന്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും അതനുസരിച്ച് ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാനും ഞാൻ തയ്യാറായി. അവർ നൽകിയ നല്ല നിർദ്ദേശങ്ങളും അവതാരിക എഴുതി തന്നതും ചിത്രം വരച്ചു തന്നതും ഒക്കെ എനിക്ക് ഏറെ സന്തോഷപ്രദമായ അനുഭവങ്ങളായിരുന്നു. അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു.